അത്യാവശ്യം ആളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഞാനിന്ന് വന്നപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായില്ല. ഞാൻ വണ്ടി കൊണ്ട് വരിക. അപ്പം ഞാൻ ഗസ്റ്റാണ്, ഗസ്റ്റിന് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറെ പേര് ചോദിക്കണം ഇയാളാരാ, ഈ പുള്ളിയതാ, ഇയാളാരാ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളറിയാത്ത ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. നമ്മൾ മമ്മൂട്ടി മോഹൻലാലൊന്നുമല്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഈ സ്വാഗതം ചെയ്തവർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടായിരുന്നോ? അത് ഞാൻ എഴുതി കൊടുത്താ. എന്നോട് MLA ചോദിച്ചായിരുന്നു ജോസഫ് ഒരു ഇൻട്രോ വേണമെന്ന്, ഞാൻ എഴുതി കൊടുത്ത അതുപോലെ ഒരക്ഷരം തെറ്റില്ലാണ്ട് ഞാൻ കേട്ടു. അവിടെ എനിക്ക് വലിയ രോമാഞ്ചമൊന്നും ഉണ്ടായില്ല, കാരണം അതിനോ. പക്ഷെ ഇതൊക്കെ എൻ്റെ അപ്പനമ്മയും കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേര് ജോസഫ് അന്നംകുട്ടി ജോസ് എന്നാണ്. ഇന്ന് സ്വാഗതം ചെയ്തപ്പോൾ സാറിന് ചെറിയ കൺഫ്യൂഷൻ വന്നു, പരിചയമില്ലാത്തതിൻ്റെ ആയിരിക്കാം. അന്നംകുട്ടി എൻ്റെ അമ്മയാണ്. പൊതുവെ ആരും അമ്മയുടെ പേര് സ്വന്തം പേരിൽ ചേർക്കാറില്ല. മോഹൻലാൽ ബാബ കല്യാണിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിചാരം അമ്മയോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ആ ചെറുപ്പക്കാരൻ അമ്മയുടെ പേര് ചേർത്തു എന്നാണ്. ഞാൻ ഇങ്ങനെ കുറച്ചുപേര് ഇരിക്കണം കണ്ടില്ല കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ സ്ഥലമുണ്ടോ? ഞാൻ കൂട്ടിലിട്ടൊരു ഫീൽ ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് കാഷ്വൽ ആണ്. ഞാനിവിടെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരും വളരെ പ്രൊഫഷണലായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റേ ടോണിൽ നമ്മളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്കത് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ മോട്ടിവേഷണൽ സ്പീക്കർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എഴുത്തുകാരനാണ്, 3-4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അമ്മയോട് ആ പേരെന്തിന് ചേർത്തു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം, അറിയാത്തവർക്ക് വേണ്ടി. കാരണം ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് പുസ്തകത്തിലൂടെയും വീഡിയോസിലൂടെയും കൃത്യം കാണാപ്പാട് അറിയാവുന്ന കാര്യങ്ങളാണ്. റെപ്പിറ്റീഷൻ ആയിരിക്കാം. ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു ഒരു 7 കൊല്ലം. ഞാൻ +2 പാസ്സായത് 95% മാർക്കോടെയാണ്. ഐ വാസ് എ ബ്ലഡി പഠിപ്പിസ്റ്റ്. അടിച്ചോ അതിനെന്താണ്, ഇനി കൈയടിക്കണമെന്നില്ല. 10ാം ക്ലാസ്സിൽ 85 ആയിരുന്നു, +2 95 ആയി. പിന്നെ BCom ചെയ്തു. BCom കഴിഞ്ഞ് MBA ചെയ്തു. ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ കയറി 5 വർഷം വർക്ക് ചെയ്തു. ആ ജോലി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. 10,75,000 രൂപ സാലറി ഉണ്ടായിരുന്നെങ്കിലും മനസ്സുകൊണ്ടൊരു തരി പോലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ജോലി രാജിവെച്ചു. വീട്ടുകാരൊക്കെ എന്നെ ഒച്ചയെടുത്തു, നാണമില്ല നിനക്ക്, അഹങ്കാരി, ഇത്രയും നല്ല ജോലി രാജിവെക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അമ്മ എനിക്കിത് പറ്റണില്ല, അപ്പ എനിക്ക് പറ്റണില്ല. അപ്പം അപ്പനും അമ്മയും പറഞ്ഞു നിന്നെ കൊണ്ട് എടുക്കാൻ പറ്റണമെങ്കിൽ പൊന്നുമോനെ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ അവിടെ നിന്ന് പോന്നു. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തു 2017. നമ്മുടെ നാട്ടിൽ നടി ആക്രമിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്, അത് വൈറലായി. അങ്ങനെ റേഡിയോയിലേക്ക് വിളിച്ച ഞാൻ RJ ആയി. ഒരു 5 കൊല്ലം RJ കഴിഞ്ഞപ്പോൾ പിന്നെ ടോക്ക് ഷോകളിൽ വിളിക്കാൻ തുടങ്ങി. പോയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എന്നെ റെഫർ ചെയ്ത് ഞാനിന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ.